ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു സിങ് ട്രേഡ് ഗോൾഡിലെടുത്ത ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ എടുത്തിരിക്കുന്ന ട്രേഡ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്കിത് ഡേയുടെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് ഞാൻ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡേയുടെ ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വന്ന സമയത്ത് അതൊരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ അല്ലായിരുന്നു, ഒരു ലോ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആയിരുന്നു. എന്താ വെച്ചാൽ പ്രൈസ് ആദ്യം ഈ ദിവസത്തിന് തലേന്ന് തന്നെ ഞാൻ പറഞ്ഞു, പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കാം. അല്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇതൊരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആകില്ല, ജസ്റ്റ് റിയാക്ട് ചെയ്ത് ഫെയിൽ ആകുക, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് പ്രീവിയസ് ഹൈ ഇത് ഹിറ്റ് ചെയ്യുക. പക്ഷേ ഈ ഡേയുടെ ഐഡിയം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഹൈ പ്രയോറിറ്റി ഓർഡർ ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ മേജർ ഹൈ വരെ ടാർഗറ്റ് ചെയ്യാവുന്നത്. നമ്മൾ ഒറ്റ ടാർഗറ്റായിട്ടല്ല ഒരു ട്രേഡും ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്പിൾ ടാർഗറ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, കുറച്ച് പഴയതാണ്, പക്ഷേ അതൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ട്രേഡ് മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ഡേയുടെ ആകുമ്പോൾ നമ്മൾ എവിടെ പോയിട്ട് എടുക്കേണ്ട 4 ഹവറിലത്തെ ഒരു കൺഫർമേഷനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ശരിക്കും നമുക്ക് 4 ഹവറിൽ ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ 4 ഹവറിൽ അത് വന്ന് ടച്ച് ചെയ്ത സമയത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 4 ഹവറിൻ്റെ സ്ട്രക്ചർ മാപ്പാണ് ഈ കാണുന്നത്. 4 ഹവറിൻ്റെ സ്ട്രക്ചർ മാപ്പിൽ ഒരു ഓർഡർ ബ്ലോക്കിൽ ഈ പ്രൈസ് വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, ഇത് ഫെയിൽ ആയിട്ടില്ല, ഇത് ഇപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ 4 ഹവറിലൊരു കൺഫർമേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ ഓർഡർ ബ്ലോക്കിൽ വന്നതുകൊണ്ട് തന്നെ അത് എക്സ്ട്രീമിലായതുകൊണ്ട് തന്നെ മേജർ ലോയുടെ ലിക്വിഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50 മിനിറ്റിൻ്റെ കൺഫർമേഷൻ അവിടെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് 50 മിനിറ്റിൻ്റെ സിംഗിൾ ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന IFC ക്യാൻഡിലാണ്. നമുക്ക് ഏത് കൺഫർമേഷനാണ് കിട്ടിയേക്കണേന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ആകെ കിട്ടിയ ഒരു കൺഫർമേഷനാണ്. ട്രേഡിംഗ് വ്യൂ ചെറിയൊരു ലാഗുണ്ട്, ഞാൻ കുറച്ച് മുമ്പൊന്നും ഇല്ല, ഇനിയിപ്പോൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ലാഗ് വന്നത്. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു OBയിലേക്ക് ആദ്യം പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യണത് ഈ ക്യാൻഡിലാണ്. പക്ഷേ ഇതിൻ്റെ ഹൈയോ ഒന്നും ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ ലോ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ആയി പോയിട്ടുണ്ട്. വീണ്ടും നല്ലൊരു IFC ക്യാൻഡിൽ കിട്ടി. ആ സമയത്തും എന്ത് ചെയ്തു, ഹൈ ബ്രേക്ക് ആയിട്ടില്ല, ലോ ഫെയിലായി. ലാസ്റ്റ് വന്നൊരു IFC ക്യാൻഡിലാണ്, നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഒരു IFC ക്യാൻഡിലാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർ സിംഗിൾ ക്യാൻഡിലായിട്ടായിരിക്കും എടുക്കുന്നത്. ഇത് ഹൈ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ലോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മളൊരു IFC ക്യാൻഡിലായിട്ടാണ് നമ്മളിത് പരിഗണിച്ചത്. അപ്പോൾ സിംഗിൾ ക്യാൻഡിലേക്കാൾ ഏറ്റവും ബെറ്റർ കൺഫർമേഷനാണ് ഈ പറയുന്ന IFC ക്യാൻഡിൽ. നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ട്രേഡ് എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, 50 മിനിറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ ടാർഗറ്റ് തന്നെ 50 മിനിറ്റ് പ്രീവിയസ് ഹൈ വെക്കും. അതാണ് എൻ്റെ ഒരു ടാർഗറ്റ് ചെയ്യാൻ വരുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരെ 4 ഹവറിലേക്കോ 1 ഹവറിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റൊക്കെ നമുക്ക് വെക്കാം. ഇപ്പോൾ 4 ഹവറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്, ഈ ഹൈ ഒക്കെയാണ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 1 ഹവറിലേക്ക് പിടിക്കാം. 1 ഹവറിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് 1 ഹവറിൻ്റെ ടാർഗറ്റ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഹവറിൻ്റെ ടാർഗറ്റ് വന്നാൽ 1 ഹവറിൻ്റെ ഐഡിയമാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് തന്നെ അതെടുക്കാം. തേർഡ് ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പൊസിഷനൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഈ പൊസിഷൻ നോക്കാം. ഇതൊക്കെ നല്ല ടാർഗറ്റാണ്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ ക്യാൻഡിൽ എൻട്രി കൺഫർമേഷനാണ് നമ്മൾ IFC ക്യാൻഡിൽ എൻട്രി കൺഫർമേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കൊരു സിംഗ് ട്രേഡിന് ഏറ്റവും ബെറ്റർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് നല്ലൊരു മൂവ്മെൻറ്റ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സിംഗിൾ ക്യാൻഡിൽ IFC ക്യാൻഡിലോ ട്രേഡാണ് സിംഗ് ട്രേഡിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ക് വിത്ത് ഐഡിയും അല്ലെങ്കിൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 ഹവറിൽ നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ നോക്കി അവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഹൈ ഒന്നും എടുക്കാനില്ല. അപ്പോൾ പിന്നെ നമുക്ക് 4 ഹവറിനേക്കാളും കുറച്ചും കൂടി ലോവർ ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ ഒരു 1 ഹവർ എടുക്കാം. 1 ഹവർ 30 മിനിറ്റ് ഒക്കെ നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ താഴേക്ക് പോകുന്നതോറും റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് 1 ഹവറൊക്കെയാണ് ഞാൻ നോക്കുന്നത്. 4 ഹവറിൽ പലപ്പോഴും കിട്ടാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ, നമ്മൾ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായ 1 ഹവറിൻ്റെ ഐഡിയം അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഐഡിയം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ നമുക്ക് ഏതാണ് OB, ഇവിടെയാണ് നമുക്ക് OB വന്നിരിക്കുന്നത്. ഈ OBയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സിംഗ് ട്രേഡ് എടുക്കുക, അത് ലോങ് ടൈം നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് ഏകദേശം ഒരു 50% മേൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 70% ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ബാക്കിയൊരു 30% ഹോൾഡിങ്ങിൽ നിൽക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വന്ന് ബ്രേക്ക് ഈവൻ അടിക്കുക. ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇത് വന്ന് ബ്രേക്ക് ഈവൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹോൾഡ് ചെയ്ത് നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം, ഏകദേശം നമ്മൾ 4500 അവിടെ നിന്നാണ് പ്രൈസ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. പ്രൈസ് എവിടം വരെ പോയി നോക്കി, 5082, 5100 വരെ. അപ്പോൾ ഏകദേശം പ്രൈസ് $700 മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 70% ബുക്ക് ചെയ്തതിലൊരു പ്രശ്നമില്ല. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി കിട്ടുമെന്നൊരു
ശരിക്കും പറഞ്ഞാൽ കിട്ടുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈസിങ്ങോട് പോയപ്പോൾ പല സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ചെയ്തു, ചേട്ടാ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണല്ലോ. പക്ഷേ പ്രൈസ് പതിയെ നമ്മൾ ഉദ്ദേശിച്ച പൊസിഷനിലേക്ക് വന്നു. ഈ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്താ ചോക്ക് വിത്ത് ഐഡിയമായി മാറി. നമ്മുടെ ഏറ്റവും നല്ല എൻട്രി കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് വിത്ത് ഐഡിയമാണ്. അതല്ല എന്നാലും ചോക്ക് വിത്ത് ഐഡിയം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എടുക്കാം. നമ്മളിപ്പോൾ 1 hour തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡിൽ കണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മുടെ സിംഗിൾ ക്യാൻഡിലായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അതിനേക്കാൾ മുന്നേ നമുക്ക് എടുക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 50 മിനിറ്റ് തന്നെ നോക്കാം, ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് 50 മിനിറ്റിൽ ഒരു സ്ട്രക്ചറിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 മിനിറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകും നോക്കാം. നമ്മുടെ ആ OBയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ 50 മിനിറ്റിൽ പ്രൈസ് ബിയറിഷ് ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം നോക്കിയാൽ മതി. ഞാൻ അതേ പറയുള്ളൂ, 50 മിനിറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഹൈ ടൈം ഫ്രെയിം വാച്ച് ചെയ്തതിന് ശേഷം വരിക. 50 മിനിറ്റിൽ നമുക്കൊരു IFC ക്യാൻഡിലല്ല ഈ പ്രാവശ്യം കിട്ടിയേക്കണം, സിംഗിൾ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ സാധാരണ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് നമുക്ക് റണ്ണിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ഇവിടെ കൊണ്ടുവന്ന് വലിയ റിസ്ക് വെക്കേണ്ടത് തന്നെ സാധാരണ നമ്മളിങ്ങനെ വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ ഇത് വലിയ ഹ്യൂജ് റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് നമ്മൾ പിടിക്കാതെ എന്ത് ചെയ്തു, 50 മിനിറ്റിൻ്റെ താഴത്ത് തന്നെ നമ്മൾ വെച്ചു. അവിടെ വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഈ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ മൂവ് ചെയ്തതിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഈ ഇറങ്ങി വന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് പ്രൈസ് ബിൽഡപ്പ് ചെയ്ത് കയറിയില്ലേ. പിന്നെ നമ്മളൊരു പുൾ ബാക്ക് നോക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. നമ്മൾ 1-2 ചെറിയ പുൾ ബാക്കുകളൊക്കെ ആ പൊസിഷനിൽ നിന്ന് എടുത്തു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മുടെ ഈ പറയുന്ന 50 മിനിറ്റ് ഐഡിയം ഫസ്റ്റ് ടാർഗറ്റ് വെച്ചു. നമ്മളപ്പോൾ ഫസ്റ്റ് തന്നെ ഇനിയൊരു ബ്രേക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും ഈ ട്രേഡ് ബാക്കി റണ്ണിങ് നിൽക്കുന്ന ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ഞാനിത് പ്രോഫിറ്റിലായിരിക്കും. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഹൈ ഒന്നും വെച്ചില്ല, നേരെ നമുക്ക് ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് പ്രൈസ് വരുമെന്ന് അറിയാം. അപ്പോൾ ആദ്യം സെക്കൻഡ് ടാർഗറ്റ് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരുമെന്ന് എനിക്കറിയാം. സെക്കൻഡ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ ഈ ഹൈ ആയിരുന്നു, അത് ഹിറ്റ് ചെയ്തു. നമ്മുടെ തേർഡ് ടാർഗറ്റാണ്. നമുക്ക് ഇനിയും ടാർഗറ്റുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഫോർത്ത് ടാർഗറ്റ് എന്ന് വെച്ചാൽ പ്രൈസ് വലിയ മൂവ്മെൻറ്റ്സാണ്. നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തൊരു ട്രേഡ് ഈ ടോട്ടൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് എത്ര ഡോളർ മൂവ് ചെയ്ത് നോക്കിയേ, $870. $870 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗോൾഡിനെ സംബന്ധിച്ച് മാസങ്ങളോളം എടുക്കണമായിരുന്നു പ്രൈസ് ആ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്യാം. മാസങ്ങളല്ല, ഈ വർഷങ്ങളെടുത്തിട്ടും പ്രൈസ് ഈ ഒരു വലിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ സിംഗ് ട്രേഡ് വെച്ച് നോക്കുമ്പോൾ വളരെ ബെസ്റ്റ് ട്രേഡാണ്. ഇപ്പോൾ ഈ ഒരു ട്രേഡ് ഫസ്റ്റ് നല്ല പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഇപ്പോൾ റണ്ണിങ്ങിൽ നിൽക്കുകയാണ്. ഇതും ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു $300-400 പറ്റേ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് അവിടെ പൊസിഷനിൽ പ്രൈസ് തന്നിട്ടുണ്ട്. അതുമല്ല ഇനി പ്രൈസ് ഇറങ്ങാൻ പറ്റുന്ന ഒരു പൊസിഷനായിരുന്നു ഈ പറയുന്ന നമ്മുടെ 50 മിനിറ്റിൻ്റെ OBയിൽ. പക്ഷേ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു വലിയ റിയാക്ഷനൊന്നും കിട്ടിയില്ല. ഏകദേശം ഒരു $50-80 മൂവ്മെൻറ്റ്സ് കിട്ടി. ഞാൻ വീക്കിലി അനാലിസിസ് പറഞ്ഞതാണ് അവിടുന്ന് പ്രൈസ് റിയാക്ട് ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മൾ ഇത്രയും കൺഫർമേഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രേഡുകൾ എടുക്കുന്നത്. നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ നിന്ന് എടുക്കുന്ന എല്ലാ ട്രേഡുകളും സിംഗ് ട്രേഡ് ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. അതിനുശേഷം വരുന്ന ചെറിയ ചെറിയ ട്രേഡുകളായിരിക്കും നമ്മൾ ഈ ഡേ ട്രേഡുകൾ. ഇതിപ്പോൾ ഇന്നലെ എടുത്തു, ഇന്നലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, ബ്രേക്ക് ചെയ്യാൻ അടിച്ചു, വീണ്ടും ഇന്നലെ തന്നെ ട്രേഡ് എടുത്തു, ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു, ഇന്ന് ഈവനിങ് ആയപ്പോൾ വന്ന് ഇത് ഫസ്റ്റും സെക്കൻഡും അടിച്ചതാണ്, തേർഡ് ആയിരുന്നു റണ്ണിങ് ഉണ്ടായിരുന്ന, ഈവനിങ് ആയപ്പോൾ വന്ന് അത് ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ചെറിയ ട്രേഡുകൾ എടുക്കുന്നത്. വലിയ ട്രേഡുകൾ നമ്മൾ ഇതേപോലെയാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൂടെ കൂടിക്കോ. നമുക്ക് നെക്സ്റ്റ് ഇതേപോലെ നല്ല ബ്രേക്ക് ഡൗൺ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ്.